ഇന്നത്തെ അഥവാ ഇന്നലെ രാത്രിയിലെ പ്രാർത്ഥനയും ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെയും എന്തെല്ലാം വ്യക്തിപരമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്. ഒന്ന് നന്ദി പറയാം. ഒന്ന് ചിന്തിക്കുക. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കണം. വിവേകത്തോടെ സംസാരിക്കണം. ഒന്നങ്ങനെ ഒന്ന് നോക്കി അടുത്തിരിക്കുന്ന ആളോട് അതൊന്ന് പങ്കുവയ്ക്കൂ. അടുത്തിരിക്കുന്ന ആളുമായിട്ട് പങ്കുവയ്ക്കൂ. എന്താണ് നമ്മളുടെ ഇന്നലെ രാത്രിയിലെ ആരാധനയിലും ഇന്നലെ വൈകുന്നേരത്തും ഇന്ന് രാവിലെയും ഈ പ്രാർത്ഥന, ഈ വിശുദ്ധീകരണ ദൈവീകരണ പ്രാർത്ഥനയിൽ നമുക്ക് എന്ത് ലഭിച്ചു? ഒന്നടുത്തിരിക്കുന്ന ആളുമായി പങ്കുവയ്ക്കുക. സ്പീക്ക്. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും പരിശുദ്ധാത്മാവ് എല്ലാവരിലും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും കൃപ നൽകണേ. കർത്താവേ, എല്ലാവരിലും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും സംസാരിക്കൂ. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ദൈവത്തിൻ്റെ സൗഹൃദം നേടിയിരിക്കുന്നു നമ്മൾ. ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമായ ജ്ഞാനം. പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങും. നമ്മൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണമായ ജ്ഞാനത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പുതിയ ആശയങ്ങൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഇത് പുരമുകളിൽ പ്രഘോഷിക്കണ്ടേ? പ്രഘോഷിച്ചില്ലെങ്കിലല്ലേ അതുകൊണ്ട് ഇത് പുരമുകളിൽ പ്രഘോഷിക്കാൻ കുറച്ച് പേര് ഓടി വരിക. വേഗം വരും. വന്നിവിടെ നിന്നോ. സമയം നമുക്കധികമില്ല. 10 മിനിറ്റ്. 8:30 ബ്രേക്ക്ഫാസ്റ്റിന് പോകണം. നിങ്ങൾ പറയാനുള്ളവർ ഇവിടെ വന്ന് നിന്നോ. അപ്പോൾ സമയം വരും. ഇവിടെ വരും. പറഞ്ഞോളൂ. ഞാനിവിടെ വരുമ്പോൾ വലിയൊരു ഭാരത്തോടുകൂടെയാണ് വന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന ദിവസം എൻ്റെ രണ്ടാമത്തെ മരുമകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരു ദിവസമായിരുന്നു. കാരണം ടൈഫോയിഡ് വന്ന് വീണ്ടും പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരു ദിവസം. അത് കണ്ടിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ എൻ്റെ ഒരു ബ്രദർ, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, പുള്ളി ഞങ്ങളുടെ സംരക്ഷണത്തിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരെങ്കിലും സഹായിച്ചു കൊടുക്കുന്നെങ്കിൽ മാത്രമേ പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. എങ്കിലും എന്ത് വന്നാലും ഈ അസുഖം തലേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു മരുമകൾ. എന്നിട്ട് അവർ അഡ്മിറ്റ് ആകാൻ ചില അസൗകര്യമായതുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിറ്റേ ദിവസമാണ് പോയത്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്ത് തന്നെ തടസ്സം വന്നാലും ധ്യാനത്തിന് പോകുക എന്നുള്ളത് മാറ്റിവെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്കിലും ഇവിടെ വന്നപ്പോഴും എൻ്റെ മനസ്സെപ്പോഴും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും വീട്ടിലെ കാര്യങ്ങളുടെ ചിന്തയായിരുന്നു. ഭയങ്കര ഒരു ദുഃഖമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ ബ്രദർ ഇന്ന് 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചോട്ടെ കൂട്ടത്തിൽ ഞാനും കൈ ഉയർത്തി. വിളിച്ചുണർത്തിയതുപോലെ തന്നെ ഒരു 3:15 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണർവ് കിട്ടി, എണീക്കാൻ സാധിച്ചു. 4 മണിക്ക് മുമ്പായിട്ട് എന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും സാധിച്ചു. പക്ഷേ എങ്കിലും ആ മനസ്സിലൊരു പ്രയാസം മാറുന്നില്ലായിരുന്നു.
പിന്നെ ഒരു ഉറക്ക ക്ഷീണം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ സ്തുതിപ്പം ഈ ക്ലാസ് ഇതെല്ലാം കൂടെ ആയപ്പോഴേ പൂർണ്ണമായിട്ടും അത് 2-3 പ്രാവശ്യം ശരീരത്തിലൊരു കോരി ധരിക്കുന്ന അനുഭവം ഉണ്ടായി. ആ കോരി ധരിക്കുന്ന അനുഭവം, പിന്നെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന അനുഭവം ഉണ്ടായി. എന്തോ ആ മനസ്സിലെ പ്രയാസം പാടെ എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ക്ലാസ്സിലൊക്കെ ഇരുന്നെങ്കിലും വീട്ടിലെ ചിന്തയോടുകൂടെയാണ് ഇരുന്നത്. ഇന്ന് ആ ചിന്തയെല്ലാം അങ്ങ് മാറിയിരിക്കുന്നു. എന്നെ അത്രയും സൗഖ്യം തന്ന ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. അതാണ് ജ്ഞാനം എല്ലാ ദുഃഖവും എടുത്ത് മാറ്റും എന്ന് പറയുന്നത്. ജ്ഞാനം സകല ഉത്കണ്ഠയും മാറ്റും. ജ്ഞാനം വന്നു കഴിയുമ്പോൾ ജ്ഞാനം എല്ലാം ക്രമീകരിക്കും എന്നാണ് പറയുന്നത്. കുറേ സ്ഥലം ഒരു മിനിറ്റ്. പ്രൈസലോ, ഹല്ലേലൂയ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തോമസ് പോൾ ബ്രദറിൻ്റെ വചനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ ഇന്നലെ ബ്രദർ പലവട്ടം ഇവിടെ പലരെയും വിളിച്ച് നിങ്ങൾക്ക് എന്താണ് പുതിയ പുതിയ അനുഭവങ്ങളുണ്ടായി ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി പറയപ്പെടും. എനിക്ക് ഒത്തിരി നിരാശകളുണ്ടായിരുന്നു. എനിക്കൊന്നും ഇവിടെ ഒന്ന് പറയാൻ സാധിക്കുന്നില്ല കർത്താവേ. ഇന്നലെ ജ്ഞാനത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് താമസം കൂടാതെ ബുദ്ധിമുട്ട് കൂടാതെ അവളെ കണ്ടുമുട്ടാം, അവൾ വാതിൽക്കൽ നമ്മളെ കാത്തു നിൽക്കുന്നു. ഈ വചനത്തോടനുസരിച്ച് തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ കൂടി നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 24-ാം തിരുവചനം. നിങ്ങൾ അറിവ് ഇല്ല എന്ന് പറയുന്ന നിങ്ങൾ പരാതി പറയുന്നു. നിങ്ങളുടെ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഈ തൂങ്ങിക്കിടക്കുന്ന യേശു നമ്മളോട് ഓരോരുത്തരോട് ചോദിക്കണം. സഹോദരന്മാരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം മനുഷ്യൻ്റെ പതനം തുടങ്ങുന്നു. മനുഷ്യൻ്റെ പതനം അവിടെ തുടങ്ങുന്നുവെങ്കിൽ നമ്മൾക്കവിടെ ഒന്ന് അല്പനേരം നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നീൽ മനുഷ്യനാണ് ആധിപത്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ സുഭാഷിതൻ്റെ പുസ്തകം 30-ാം അധ്യായം 24 തൊട്ട് 28 വരെയുള്ള വചനങ്ങൾ നമ്മൾക്കൂടെ വായിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. സുഭാഷിതൻ്റെ പുസ്തകം 30-ാം അധ്യായം 24 തൊട്ട് 28 വരെ ഭൂമിയിലെ 4 ചെറിയ ജീവികളെ പറ്റി യേശു പറയുകയാണ്. ഉറുമ്പിനും കൂട്ടം, കുഴിമുയിൽ, വെട്ടുകിളി, പല്ലി. എന്തുകൊണ്ട് അവർ ദൈവം കൊടുത്ത അസാമാന്യ ബുദ്ധി കൊണ്ട് അവർ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ അത് ചൊവ്വേന്നേരെ വിനയിക്കാൻ പറ്റാത്തത്. അത് നമ്മൾ അല്പനേരം ചിന്തിക്കേണ്ട ഒരു ധ്യാന വിഷയം തന്നെയാണ്. ഇപ്പോൾ ബ്രദർ സമയമില്ല. ഇത്രയും പറയാനുള്ള കൃപ തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു കൊടുക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.